മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാസർകോട്ടെ അഞ്ജുശ്രീയുടെ മരണം കുഴിമന്തി കഴിച്ചല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മരണകാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധനകൾ നടത്തും. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, സംസ്ഥാന വ്യാപകമായി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാസർകോട്ടെ സംഭവം. ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധയല്ല മരണകാരണം എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കമലേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ അഞ്ജുശ്രീ, കാസർഗോഡ് സ്വദേശിയായ അഞ്ജുശ്രീ മരിക്കുന്നത്. ഇത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധ എന്നായിരുന്നു ആദ്യത്തെ ഒരു നിഗമനമായി പുറത്തു വന്നിരുന്നത്. പക്ഷേ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഭക്ഷ്യവിഷബാധയല്ല അഞ്ജുശ്രീയുടെ മരണകാരണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. അത് ചില ഈ ആന്തരിക കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയുണ്ടായിരുന്നു. ഇവയുടെ പ്രവർത്തനം തകരാറിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ ഈ അഞ്ജുശ്രീയുടെ ശരീരത്തിൽ വിഷത്തിന്റെ സാന്നിധ്യം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ വിഷം ചെന്നത് ഈ ഭക്ഷണത്തിൽ നിന്നല്ല എന്നുള്ളത് കൂടി പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷം ഏതാണ് എന്നുള്ളത് അറിയാനായി വിദഗ്ധ പരിശോധന നടത്തണം. ഈ ആന്തരിക അവയവങ്ങളുടെ വിശദ പരിശോധന നടത്തിയാൽ മാത്രമേ എന്ത് വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഭക്ഷ്യവിഷബാധ മൂലമല്ല അഞ്ജുശ്രീ മരിച്ചത്, പകരം ആന്തരിക അവയവങ്ങൾക്കുണ്ടായ തകരാറാണ്. കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലായിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണുള്ളത്. അതുപോലെ തന്നെ വിഷത്തിന്റെ സാന്നിധ്യവും കൂടി അഞ്ജുശ്രീയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും, അത് ഏത് വിഷമാണെന്നുള്ളതിൽ വ്യക്തത വരണമെങ്കിൽ വിശദമായ പരിശോധന, ആന്തരിക അവയവങ്ങളുടെ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാകൂ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കുഴിമന്തിയുമായി ബന്ധപ്പെട്ട്. അത് കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് അഞ്ജുശ്രീക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതും തുടർന്ന് മരണത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിർണായകമായ ഒരു കാര്യം, ഭക്ഷ്യവിഷബാധയല്ല ഈ അഞ്ജുശ്രീയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പുറത്തു വരുന്നത്. കമലേഷ്. ആന്റണി, ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അഞ്ജുശ്രീക്ക് മാത്രമല്ല, ഈ ഭക്ഷണം കഴിച്ച വീട്ടിലെ മറ്റ് ചില ആളുകൾക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ഭക്ഷണത്തിലൂടെയല്ല ഈ വിഷം അകത്ത് ചെന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഭക്ഷ്യവിഷബാധ മൂലമുണ്ടാകുന്ന ഒരു വിഷമല്ല ഇതിൻ്റെ ഭാഗമായി ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്, അതിനാലല്ല മരണമുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിട്ടുള്ളത്. അതെ കമലേഷ്, അതായത് ഭക്ഷ്യവിഷബാധയല്ല അഞ്ജുശ്രീയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതേസമയം ഒരു വിഷത്തിന്റെ സാന്നിധ്യം അഞ്ജുശ്രീയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അത് ഏത് വിഷമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ഈ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതിന്റെ രാസപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഏത് വിഷമാണ് ഇത്തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, ഈ ഭക്ഷണത്തിലൂടെയല്ല ഈ വിഷം ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ എന്താണ് ഈ മരണത്തിലേക്ക് കൂടുതൽ നയിച്ചത് എന്നുള്ളൊരു കാര്യം പുറത്തു വരികയുള്ളൂ. ഏതായാലും ഇതൊരു പ്രാഥമികമായ റിപ്പോർട്ടാണ്. അതിലാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധയല്ല ഈ മരണത്തിലേക്ക് നയിച്ചത്, പക്ഷേ ആന്തരിക കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായി. അതുപോലെ തന്നെ ഒരു വിഷത്തിന്റെ സാന്നിധ്യവും ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷം ഏതാണെന്നറിയാൻ വിശദമായ രാസപരിശോധന വേണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കമലേഷ്. വ്യക്തമാണ് ആന്റണി. കാസർകോട്ടെ അഞ്ജുശ്രീയുടെ മരണം ഭക്ഷ്യവിഷബാധ മൂലമല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭക്ഷണത്തിലൂടെ അല്ലാതെയുള്ള ഏതോ ഒരു വിഷത്തിൻ്റെ സാന്നിധ്യമാണ് ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിഷം ഏതാണ്, ഏത് തരത്തിലുള്ളതാണ് എന്നതറിയാൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതേസമയം ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ സംസ്ഥാനത്താകമാനം ഉണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ ഉടമയും മറ്റുള്ളവരുമടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഹോട്ടൽ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതിപക്ഷമടക്കം ഈ വിഷയം വളരെ ഗൗരവതരമായി എടുത്ത്
വലിയ പ്രചാരണങ്ങൾ നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മരണം ഭക്ഷ്യവിഷബാധ മൂലമല്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആന്റണി ജിസ് ജോർജാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.